ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില അനുസരിച്ചത് 20,000 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ ചന്ദനത്തിന്റെ ഹാർഡ് വുഡിന്റെ വില. സാധാരണ ആളുകൾക്കും അവരുടെ സ്വന്തം സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു കൃഷിയായിട്ട് എങ്ങനെ വേണമെങ്കിലും വീട്ടുവളപ്പിൽ പോലും നട്ടു വളർത്തുന്നതിനുള്ള ഒരു പവർ ജനങ്ങൾക്ക് കൊടുത്തു. 5 വർഷം കൊണ്ട് ഒരു 28,000 വ്യക്തികളെ കോടികൾ ആസ്തിയുള്ള ആളുകളാക്കി മാറ്റാൻ ഞങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ അധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ചന്ദനം കൃഷി ചെയ്യാമെന്നോ അതെങ്ങനെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അത് ലീഗലാണെന്നോ ആട് തേക്ക് മാഞ്ചി ഒന്നും കേട്ടില്ല. പണ്ട് കാലത്ത് ഒരു തട്ടിപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ നമുക്ക് ചന്ദനം കൃഷി എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ആൾക്കാർക്ക് തോന്നണം ഇതെന്തോ അതുപോലെ തട്ടിപ്പ് പരിപാടിയാണ്. ചന്ദന കൃഷി കൊണ്ട് കോടികൾ നേടാൻ പറ്റുമോ? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നുന്നുണ്ടല്ലേ? ദ സെയിം എക്സൈറ്റ്മെന്റിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അത് നടക്കും. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടാം. നമസ്കാരം സാർ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ. എൻ്റെ പേര് നിസാർ എന്നാണ്. ഞാൻ സ്ഥലം എറണാകുളത്ത് കാക്കനാട് ബേസ്ഡ് ആണ്. ഞങ്ങളുടെ 25 വർഷത്തിലേറെയായിട്ട് ട്രഡീഷണൽ ബിസിനസ്സിലാണ്. കാറ്ററിംഗ് സർവീസ്, ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള ബിസിനസ്സിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. ഒരു 2020 ലോക്ക്ഡൗൺ സമയത്ത്, കൊറോണ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരെയും പോലെ തന്നെ ഷട്ട് ഡൗൺ ആയ സമയത്ത് പുതിയൊരു ആശയങ്ങൾ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നുള്ള പ്ലാനിൽ ഒരു ഇ കൊമേഴ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ഇ കൊമേഴ്സ് കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കൂടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്ഥലം വാങ്ങുക, വിൽക്കുക, അതല്ലെങ്കിൽ ബിൽഡിംഗ് പണിയുക, അത് വിൽക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് പണിത് റെൻറ്റിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ റിയൽ എസ്റ്റേറ്റ് മാത്രം ഇവിടെ എല്ലാവർക്കും ഒരു കേട്ടുകേൾവി പരിചയമുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് നല്ല രീതിയിലൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് ഈ ചന്ദനം എന്ന് പറയുന്ന വലിയൊരു റിസോഴ്സ് നമ്മുടെ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് അധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ചന്ദനം കൃഷി ചെയ്യാമെന്നോ അതെങ്ങനെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അത് ലീഗലാണെന്നോ അതിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നോ അങ്ങനെ ഒന്നും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു 0.1% ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നുള്ളതും അല്ലെങ്കിൽ ഒരു കൃഷിയാണെന്നുള്ളത്. ബിസിനസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പോൾ ഒരു കൃഷിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൃഷിയെ എങ്ങനെ ബിസിനസ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യാമെന്നുള്ള ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇട വന്നതുപോലെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പം ഒരുപാട് ഭൂമിയിൽ ഒരുപാട് റിസോഴ്സ് ഉണ്ട് നമ്മുടെ ചന്ദനം അങ്ങനെ ചെയ്യാനും അതുപോലെ നട്ടു വളർത്താനും. എല്ലാവർക്കും നട്ടു വളർത്താം എന്നൊക്കെ പറഞ്ഞു. പലർക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ല. നമുക്ക് ഇപ്പം എനിക്ക് നട്ടു വളർത്താൻ പറ്റുമോ എന്ന് അറിയില്ല, മറ്റൊരാൾക്ക് പറ്റുമോ എന്ന് അറിയില്ല. അപ്പം സാധാരണ ജനങ്ങളുടെ ഇതിലേക്കുള്ള ഒരു ആക്സസ് എങ്ങനെയാണെന്നൊന്ന് വ്യക്തമാക്കാം. അതായത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരിച്ചിരുന്ന കാലത്തും രാജഭരണമുള്ള കാലത്തും ഒക്കെ ഈ ചന്ദനം എന്ന് പറയുന്നത് ഒരു റോയൽ ട്രീ ആയിരുന്നു. ഒരു രാജകീയ വൃക്ഷമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ആളുകൾക്ക് അവരുടെ സ്വന്തം പറമ്പിൽ നട്ടു വളർത്തുന്നതിനോ അല്ലെങ്കിൽ മുറിക്കുന്നതിനോ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, പവർ ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ ആരുടെങ്കിലും പറമ്പിലൊക്കെ ഒരു തൈ മുളച്ചു വരുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് അവകാശപ്പെട്ടതായിരുന്നു. ഒരിക്കലും ആ വ്യക്തിക്ക് അതിൽ നിന്ന് മുറിക്കാൻ പാടില്ലൊന്നുമില്ല. ഇനി അഥവാ മുറിച്ചാൽ അത് വലിയ ഒഫൻസാണ്, വലിയ ക്രിമിനൽ ഒഫൻസാണ്. നമ്മൾ വന്യജീവി സംരക്ഷണ നിയമം പോലെയൊക്കെ തന്നെ ഇന്നും അതങ്ങനെ തന്നെ ഉണ്ട്. അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്ന് മാറി മാറി വന്ന നമ്മുടെ ഭരണം, അതുപോലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇന്ന് ചന്ദനത്തിനെ ജനകീയമാക്കുകയും അതുപോലെ തന്നെ ഇത് സാധാരണ ആളുകൾക്കും അവരുടെ സ്വന്തം സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു കൃഷിയായിട്ട് എങ്ങനെ വേണമെങ്കിലും വീട്ടുവളപ്പിൽ പോലും നട്ടു വളർത്തുന്നതിനുള്ള ഒരു പവർ ജനങ്ങൾക്ക് കൊടുത്തു. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിലൊരു 70% പൈസ മാത്രമേ കർഷകർ കിട്ടുമായിരുന്നുള്ളൂ, 30% സർക്കാർ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും മാറി മാറി വന്നു, നിയമങ്ങളൊക്കെ മാറി. ഇതിപ്പോൾ 100% പൈസയും ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം ഓരോരോ വ്യക്തികളുടെയാണ്. ഓരോരോ വ്യക്തികൾ ഇത് ഓരോ 5 സെൻറ്റ് പ്ലോട്ടുകളാക്കിയിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ. ഇതൊരു ഏകദേശം ഒരു 3.25 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. എല്ലാം 5 സെൻറ്റ് പ്ലോട്ടുകളാണ്. അപ്പോൾ ഓരോ 5 സെൻറ്റ് പ്ലോട്ടിലും 20 ചന്ദനത്തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പ്ലോട്ടിലും 20 ചന്ദനത്തൈകളുടെയും അതിൻ്റെ പൂർണ്ണ അധികാരം ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇത് വളർത്തി വലുതാക്കി മുറിക്കാൻ പറ്റില്ല. മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് സർക്കാരിൻ്റെ കയ്യിൽ തന്നെ അതിൻ്റെ ഒരു അധികാരം ഇരിക്കുന്നത്. അത് അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിവരം അറിയിക്കാം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് വിവരം അറിയിക്കണം. എൻ്റെ പറമ്പിൽ ഒരു ചന്ദനം മുറിക്കാറായിട്ടുണ്ട്, അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്ററിന് മുകളിൽ വണ്ണം വെക്കണം എന്നതിൻ്റെ കണക്ക്. അപ്പോൾ അങ്ങനെ വണ്ണം വെച്ച ഒരു മരം എൻ്റെ സ്ഥലത്തുണ്ട്, എനിക്കതൊന്ന് മുറിക്കണം എന്ന് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയിക്കുമ്പോൾ അവർ വന്നൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് അവരിവിടെ വന്ന് ആ മരം മുറിക്കുക എന്ന് പറയാൻ പറ്റില്ല, വേരോടെ പിഴുതെടുക്കുകയും ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഒഴികെ എല്ലാ പാർട്സിനും വിലയുണ്ട്. അതായത് ഇതിൻ്റെ വേര്, ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കാതലാണ്, ഹാർഡ് വുഡ് എന്ന് പറയുന്നത് കാതലാണ്. അപ്പോൾ ഈ കാതൽ, അതുകൂടാതെ അതിൻ്റെ പുറമെയുള്ള വെള്ള, പിന്നെ ഇത് തൊലി, പിന്നെ ചെറിയ കൊമ്പും ജില്ലകളും, പിന്നെ ഇത് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി, ഇങ്ങനെ ഇതിനെല്ലാത്തിനും തരം തിരിച്ച് വിലയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് വേരിനും കാതലിനുമാണ്.
ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില അനുസരിച്ചത് 20,000 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ ചന്ദനത്തിന്റെ ഹാർഡ് വുഡിന്റെ വില. ബാക്കിയുള്ള പാർട്സിനും 1000, 2000, 200, 300 തുടങ്ങിയിട്ടുള്ള വിലകൾ ഓരോരോ പാർട്സിനും തരംതിരിച്ച് കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഇല ഒഴികെ ബാക്കിയല്ല. ഇനി ഇതിലുണ്ടാകുന്ന കായുണ്ട്, വിത്ത്. ആ തൈ വിത്ത് നമുക്ക് മുളപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു തൈ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് പോലും നമുക്ക് വിലയുണ്ട് ഇതിലുള്ള. അതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം ഇത് നമ്മളിവിടെ ഓരോരുത്തർക്കും കിട്ടിയ ഒരു പവർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞാൽ കോമണേഴ്സിന് കിട്ടിയ വളർത്താം, അല്ലെങ്കിൽ അത് നടാം വളർത്താം എന്നുള്ള ഒരു പവർ ഇപ്പോൾ 100% തന്നെയും അതിൻ്റെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് 100% നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് ഒരു വലിയൊരു പവർ തന്നെയാണ് കോമണേഴ്സിന്. അപ്പോൾ ആ ഒരു പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, ഞാനിപ്പം ഇത് വളർന്ന് വലുതാവണമെങ്കിൽ ഒരു 10, 12, 14 വർഷം എടുക്കും. അപ്പോൾ ഈ 14 വർഷങ്ങൾക്ക് ശേഷം ഇതിനൊരു മാർക്കറ്റ് എങ്ങനെയായിരിക്കും? ആ ഫ്യൂച്ചറിസ്റ്റിക് തോട്ടൊന്ന് പങ്കുവയ്ക്കാമോ? നല്ലൊരു പോയിന്റാണ്. അതായത് ഇത് മുൻപായിരുന്നെങ്കിൽ ഇപ്പം ഇന്നും സാധാരണ ആളുകൾക്ക് ചന്ദനത്തിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്ന ആളുകൾക്ക് പോലും, ഉദാഹരണം പറയുമ്പോൾ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെയൊക്കെ പറമ്പിലൊക്കെ ഇതുപോലെ തൈകൾ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കാണുന്നത് 25-30 വർഷമൊക്കെ എത്തിയിട്ടുള്ള ചന്ദന മരങ്ങളാണ് മുറിക്കാനുള്ള പരിപാടിയായിട്ട് അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ സാധാരണ ഇതിങ്ങനെ ഒരു പുതിയൊരു സംഭവം നമ്മളിപ്പോൾ ഇത് പറയുന്ന ഒരു 12 മുതൽ 15 വർഷത്തിനുള്ളിൽ ഇത് മുറിക്കാനാകുന്നു എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും സംശയത്തോട് നമ്മൾ ചോദിക്കാറുണ്ട്, ഇത് 25-30 വർഷമൊന്നും കഴിയാതെ മുറിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചന്ദനം ചന്ദന മരത്തിന് പ്രത്യേകതയുണ്ട്. ഇതൊരു സെമി പാരസൈറ്റ് ആണ്. സെമി പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർദ്ധപരാത സസ്യം എന്ന് തന്നെ പറയാം. അതായത് സ്വന്തമായിട്ട് ഇതിന് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു വൃക്ഷമല്ല ചന്ദനം എന്ന് പറയുന്നത്. ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റ് ചെടികളുടെ, മറ്റ് വൃക്ഷങ്ങളുടെയൊക്കെ വേരിലൂടെയാണ് ഇതിനുള്ള വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് വളരുന്നുണ്ടാവുക. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ മാറി വന്നതിൻ്റെ കൂടെ തന്നെ ചന്ദനത്തിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ന് ചന്ദനം അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വലിയ രീതിയിൽ കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ, ഓസ്ട്രേലിയയും ഇന്ത്യയും. ഇതിൽ ഓസ്ട്രേലിയയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, അപ്പോൾ അത്ര പ്രചാരത്തിലായിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് കൃഷി ചെയ്ത് തുടങ്ങിയെങ്കിലും ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലൂടെ ഒരു കർഷകന് 12 മുതൽ 15 വർഷം വരെ എങ്ങനെ ഇത് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ തെങ്ങ് വെക്കുമ്പോൾ അത് 5, 7, 8, 10 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് കായ്ക്കാറുള്ളത്, തേങ്ങ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം 2ാമത്തെ 3ാമത്തെ വർഷം തേങ്ങ പറിക്കാം. അതുപോലെ മാവാണെങ്കിലും 5, 10 വർഷം കഴിഞ്ഞ് മാങ്ങ ഉണ്ടാകാൻ വേണ്ടി കാത്തിക്കണ്ട. ഇപ്പോൾ ഇന്ന് വെച്ച് അടുത്ത വർഷം നമുക്ക് മാങ്ങ കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസർച്ചുകളൊക്കെ നടത്തി ഒരുപാട് ഡെവലപ്മെന്റ്സ് അഗ്രികൾച്ചർ മേഖലയിൽ വന്നിട്ടുണ്ട്. ഇത് തന്നെ ചന്ദനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, IWST, ഇന്ത്യൻ വുഡ് സയൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനെക്കുറിച്ച്, സാൻഡൽവുഡിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തി അവരാണ് ഇത് എങ്ങനെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് ഈൽഡ് എടുക്കാൻ പറ്റും, എത്രയും പെട്ടെന്ന് മുറിക്കാനുള്ള പരുവത്തിലാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ റിസർച്ചുകളൊക്കെ നടത്തി ഇങ്ങനെ കൃഷി രീതി കണ്ടെത്തിയത്. ഈ സാൻഡൽവുഡ് ട്രീ നടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ കടക്കിൽ കാണുന്നുണ്ടാവും, ചെറിയ റെഡ് കളറുള്ള ഒരു ചെടി കാണുന്നുണ്ട്, എല്ലാ ഇതിലും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പം ഇതിലിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിലൂടെയാണ് ഇപ്പോൾ ഈ ചെറിയ ചന്ദന തൈകൾക്ക് വെള്ളം വലിക്കുന്നുണ്ടാവുക. ഇനി ഇത് കുറച്ച് കഴിഞ്ഞൊരു 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു 4-5 അടി ഹൈറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ 4 ചന്ദന തൈകൾക്ക് കോമൺ ആയിട്ട് സെൻറ്ററിൽ ഒരു മീഡിയം സൈസ് മരം വെച്ച് കൊടുക്കും. ഇപ്പോൾ കണിക്കൊന്ന, അല്ലെങ്കിൽ ചീമക്കൊന്ന, നെല്ലി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധികം ഉയർന്നു പോകാത്ത രീതിയിലുള്ള ഒരു തൈ വെച്ചെടുക്കും. ചില ഇതിന് വെയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് അധികം വളരുന്ന വൃക്ഷങ്ങൾ വെക്കാതെ ഒരു മീഡിയം ഹൈറ്റിൽ പോകുന്ന പേര, അങ്ങനെയുള്ള തൈകളൊക്കെ വെച്ചു കൊടുക്കും. അപ്പോൾ അതിലൂടെ ഇതിന് വേണ്ടതായിട്ടുള്ള, ഇതിന് നമ്മൾ പറയുന്ന ഹോസ്റ്റ് പ്ലാന്റ് എന്നാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന പൊന്നാങ്കണ്ണിച്ചീര പോലുള്ള ചെറിയ ചെടിയാണെങ്കിലും ഇനി കുറച്ച് വലുതാകുമ്പോൾ വെക്കാൻ പോകുന്ന മറ്റുള്ള കുറച്ചുകൂടി മീഡിയം സൈസ് ട്രീ ആണെങ്കിലും അതിന് നമ്മൾ പറയുന്നത് ഹോസ്റ്റ് പ്ലാന്റ് എന്ന്. ഈ ഹോസ്റ്റ് പ്ലാന്റിന്റെ വേരിലൂടെയാണ് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളമെല്ലാം കിട്ടുന്നുണ്ടാവുക. ഇതാണ് ഇതിന്റെ പുതിയ കൃഷി. ഇതാണ് IWST ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൃഷി രീതി. അതുകൊണ്ടാണ് ഇത് നമുക്കൊരു 12 മുതൽ 15 വർഷം കൊണ്ട് ഇതിന് ഈൽഡ് എടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. അതെ, അപ്പം അത് ആ ഒരു അഡ്വാൻസ്മെന്റ് ഓരോ നമ്മുടെ സയൻസ് ഏരിയയിൽ വന്നിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ചന്ദനത്തിന്റെ ഏരിയയിലും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെ, ഇനി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ഈ 12-15 എന്നുള്ളത് 5-10 വർഷം കൊണ്ട് ആയേക്കാം. നിലവിൽ ഇതുള്ള സിറ്റുവേഷൻ ഇതാണ്. അപ്പം നമ്മുടെ ഈ ഒരു കോമണേഴ്സിന് എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റും?
അപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു ചന്ദനത്തൈ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് നടാം, അതല്ലല്ലോ. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടുന്ന ആ ഒരു വരുമാന മാർഗത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നു ഷെയർ ചെയ്യാം. അവിടെയാണ് ഞങ്ങളുടെ പ്രസക്തി. ഇപ്പം ഞങ്ങൾ പറയാം, ഞാൻ ഇ കൊമേഴ്സ് കമ്പനിയുടെ ചെയർമാനാണ് ഞാൻ, എൻ്റെ ബ്രദർ ഉണ്ട് നിഷാദ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയം ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഭൂമി ഇവിടെ ഉണ്ട്, ചന്ദന തൈകൾ ഇവിടെ ഉണ്ട്, മാറി വന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ചന്ദനം ഒരു സെമി പാരസൈറ്റ് ട്രീ ആണ്, അതിന് മാറ്റങ്ങളൊന്നുമില്ല. ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടോ? കുറച്ച് ആൾക്കാരുടെ കയ്യിലുണ്ട്, കുറച്ച് ആളുകളിൽ കുറച്ചുണ്ട്, കൂടുതൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇതിനെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റാക്കി മാറ്റി ഏതൊരു സാധാരണക്കാരനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഭൂമി മേടിക്കുക, ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണിത്. അപ്പോൾ ഒരു ഭൂമി വാങ്ങി അതിൽ നിന്നും ഒരു കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ടെന്നുള്ളത് കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഞങ്ങളിതൊരു 28,000 പേരിലേക്ക് 5 വർഷം കൊണ്ട് ഇത് എത്തിക്കുക. ഒരു 5 സെന്റ് പ്ലോട്ടുകളായിട്ട് തിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 3.25 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ 3.25 ഏക്കർ സ്ഥലത്തിന് നമ്മൾ 5 സെന്റ് പ്ലോട്ടുകളാക്കി തിരിച്ച് ഇത് പണം മുടക്കി ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. മനസ്സിലായി ഇത് വാങ്ങാനായിട്ട് മുന്നോട്ട് വരുന്ന വ്യക്തി ആരാണോ അവരുടെ പേരിലേക്ക് നമ്മൾ ഇത് സ്ഥലം ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആ വ്യക്തിയാണ്. ആരാണോ ഇതിനുവേണ്ടി പൈസ മുടക്കിയിട്ടുള്ളത് ആ വ്യക്തിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ അവരുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നു. ഇത് നികുതി പോക്കുവരവ് ചെയ്ത് നികുതി അടച്ച് ഡോക്യുമെൻ്റ് എല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നു. പിന്നെ ഇതിൽ നമ്മൾ ചെയ്തിപ്പോൾ ഈ കാണുന്ന പോലെ ഓരോ 5 സെന്റ് പ്ലോട്ടിലേക്ക്, എല്ലാ പ്ലോട്ടിലേക്കും റോഡുണ്ട്. നമുക്ക് കാറോ ലോറിയോ ടിപ്പറൊക്കെ ഓടിച്ച് JCB ഒക്കെ ഓടിച്ച് പോകുന്ന രീതിയിലുള്ള വീതിയുള്ള റോഡ് എല്ലാ പ്ലോട്ടിലേക്കും ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു ടാർ ചെയ്ത റോഡിൻ്റെ ഫ്രണ്ടാണ്, പഞ്ചായത്ത് റോഡാണ്. എന്ത് കണ്ടില്ല, വോൾവോ ബസ്സിനോടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര വലിയ വാഹനങ്ങളും വരാവുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ഉള്ളു. ഇനി ഫ്യൂച്ചറിൽ ഇതിലൊരു വീട് വെച്ച് താമസിക്കണം എന്ന് തോന്നിയാൽ പോലും ഉള്ള ആ രീതിയിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലോട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്ലോട്ട് ഞങ്ങൾ കണ്ടെത്തി ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നമ്മളൊരു ഡീല് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളെയും ഇവരെയും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് ഈ ഓരോ 5 സെന്റ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്കും ഇവരിൽ നിന്നും അവരെ കൊണ്ട് ഈ ഒരു ഇന്ന പർപ്പസിനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ സ്ഥലം വിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മേൽനോട്ടൊക്കെ വഹിക്കണം. അതിനുശേഷം ഇപ്പം ഇതിൽ പ്ലോട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു റെസിഡൻസ് അസോസിയേഷനൊക്കെ പോലെ ഒരു കർഷക കൂട്ടായ്മ. ഇന്നിപ്പോൾ ഇവിടെ നടന്നൊരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇന്നത്തെ ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഓഫ് ഗ്രൂപ്പ് എന്നിവിടെ നടന്ന ചടങ്ങ്. അപ്പോൾ അവരെ എല്ലാവരും ഒരുമിച്ച് ഇതിൻ്റെ അംഗങ്ങളാക്കി. ഞാനും ബ്രദർ, ഞാൻ ചെയർമാനാണ്, ബ്രദർ MD, ഞങ്ങളും ഈ ഒരു അസോസിയേഷനിലെ ഈ സൊസൈറ്റിയിലെ മെമ്പേഴ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾക്കുണ്ട് ഓരോ പ്ലോട്ട്. എനിക്കൊരു പ്ലോട്ടുണ്ട്, ബ്രദറിനൊരു പ്ലോട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ 700 പ്രൊജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള 700 പ്രൊജക്റ്റ് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഓരോ പ്രോജക്റ്റിലും ഞങ്ങളുടെ പേരിൽ ഓരോ പ്ലോട്ട് മാറ്റിയോടെ ഇടുന്നുണ്ടാവും. എന്നിട്ട് ഇനി ഇത് വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓഫർ. അപ്പോൾ ഇപ്പോൾ ഇതൊരു സൊസൈറ്റി രൂപീകരിച്ചു. ആ സൊസൈറ്റിയിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അവരൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതായത് ഈ പ്ലോട്ട്, ഈ ഒരു 5 സെന്റ് പ്ലോട്ടിലുള്ള ചന്ദന തൈകളെ 12 മുതൽ 15 വർഷം വരെ വളർത്തി പരിപാലിച്ച് ഇതിനുണ്ടാകുന്ന കേടുപാടുകളൊക്കെ നോക്കി അതിന് വേണ്ട വെള്ളവും വളമൊക്കെ കൊടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് ഇതിനെ സെക്യൂരിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയാൻ വിട്ടുപോയൊരു പോയിന്റാണ് സെക്യൂരിറ്റി. ഇപ്പോൾ എവിടെ ചന്ദനമരം അവിടെ ഒരു കളവ് നടക്കുന്നുണ്ടാവും. സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് പോലും അവരുടെ ചന്ദനമരം മര്യാദക്ക് മുറിച്ചു വെക്കാൻ കിട്ടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു മാഫിയ, ഓൾ ഇന്ത്യ ലെവലിൽ ഡെവലപ്പ് ചെയ്ത് കിടക്കുന്ന വലിയൊരു നെറ്റ്വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം ആരെങ്കിലും പറമ്പിലൊക്കെ ഇപ്പോൾ ഇതുപോലെ ഒരു ചന്ദനത്തൈ വളർന്ന് മുറിക്കാറായിട്ടുള്ള പാകമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരിത് കണ്ടറിഞ്ഞ് അവർ വന്നിട്ട് ആ വീട്ടുകാരോട് ഇതിനൊരു വില പറയും. വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ലക്ഷം രൂപ കിട്ടേണ്ട മരത്തിന് ഇവർ വന്നിട്ടൊരു 15,000 രൂപ 20,000 രൂപ വില പറയും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നില്ല, കുറച്ചുകൂടെ വില കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്ന് പറയും. അവർ ശരിയെന്ന് പറഞ്ഞു പോകും. വിത്തിൻ 1 വീക്ക് അവരത് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതാണ് സാധാരണയായിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ആളുകൾ എന്താ ചെയ്യുക, എന്തായാലും ഇത് മോഷണം പോകുന്നവർക്ക് ഉറപ്പായി അവർ കിട്ടുന്ന പൈസക്ക് സാധനം കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ ഇതൊക്കെ എല്ലാത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു 5 സെന്റ് പ്ലോട്ടുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ
സ്വന്തമായിട്ട് ഈ ഒരു 5 സെന്റ് പ്ലോട്ടിലെ 20 ചന്ദന തൈകളും ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഫെൻസിങ് ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് തൈ ഒന്നും കൂടെ ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ഇതിന്റെ ഹൈറ്റ് ഞങ്ങൾ 20 അടിയാക്കും. ഇത് 5 അടി ഹൈറ്റ്, ഇനി 15 അടിയും കൂടെ പൊക്കും. അപ്പോൾ അവിടെ കഴിഞ്ഞുള്ള പണികൾ ഗ്രീൻ പോസ്റ്റ് കണ്ടില്ലേ, അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 20 അടി ഹൈറ്റിൽ പൊക്കിയിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ആക്കും. അത് കൂടാതെ ഇപ്പോൾ CCTV ക്യാമറ, ഇത് കണ്ടില്ലേ, പോസ്റ്റ് കണ്ടില്ലേ, ഇത് അവിടെ കണ്ടില്ല, എല്ലാതും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CCTV ക്യാമറ എന്ന് പറയുമ്പോൾ അത് മറ്റേ സോളാറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഒന്നും നോക്കണ്ട. ഇത് 24 hours ആക്സസ് ഉണ്ടാവും. പിന്നെ അത് കൂടാതെ സാറ്റലൈറ്റ് സർവീലൻസ് കൊണ്ട് പുതിയൊരു ടെക്നോളജിയും കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു CCTVയിലേക്കുള്ള ഇതിൻ്റെ വ്യൂ 24 hours നോക്കുന്ന ഏജൻസി ഉണ്ട്. അവരിത് നോക്കിയിരുന്നുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെറിയൊരു അനക്കം ഉണ്ടായാൽ പോലും അത് എല്ലാവർക്കും അലേർട്ട് പോകും. അതായത് ഈ പ്ലോട്ടിൻ്റെ ഉടമസ്ഥൻ, ലോക്കൽ പോലീസ് സ്റ്റേഷൻ, ലോക്കൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഞങ്ങൾ, അങ്ങനെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു അലേർട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം. അതുകൂടാതെ സെക്യൂരിറ്റി ഡോഗ്സ്, അതൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് ആളുകളും മറ്റു മൃഗങ്ങളും കയറി നശിപ്പിക്കാതിരിക്കാനുള്ള ഫെൻസിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് ഇനി ഈ മറ്റേ സെക്യൂരിറ്റി ഡോഗ്സ്. അതുകൂടാതെ തൈ വലുതായി വരുമ്പോൾ ഇതിൽ ചിപ്പ് വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ അനക്കുണ്ടായാൽ പോലും ഇതുപോലെ അലർട്ട് കിട്ടുന്നുണ്ടാവും. അതുകൂടാതെ 24 hours ആംഡ് ഫോഴ്സ് സെക്യൂരിറ്റി. ഇപ്പോൾ നമുക്ക് റിട്ടയർഡ് ആയിട്ടുള്ള ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ഏജൻസി ഉണ്ടായിക്കൊണ്ട് ഇവിടെ ഒരു ആംഡ് ഫോഴ്സ് സെക്യൂരിറ്റിയും കൂടെ ഉറപ്പാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇവിടെ നിന്ന് ഒരു സാധനം ഒരാൾക്കും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇനി ഇതിനേക്കാൾ വലിയ പ്രഗത്ഭന്മാർ, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ മിലിറ്ററി എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നു. പിന്നെ ഈ പറയുന്ന ടെക്നോളജി എല്ലാം നോക്കുന്നു. പിന്നെ സാറ്റലൈറ്റ് സർവീലൻസ് കൊടുക്കുന്നു, ഡോഗ്സ്, ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു കള്ളൻ, അത് നമുക്ക് അത്ര കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു 1400 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 28,000 5 സെന്റിന്റെ പ്ലോട്ടുകളാക്കുക. അപ്പോൾ 5 വർഷം കൊണ്ട് ഒരു 28,000 വ്യക്തികളെ കോടികൾ ആസ്തിയുള്ള ആളുകളാക്കി മാറ്റാൻ ഞങ്ങൾ സഹായിക്കണം. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലുമാണ് ഏറ്റവും കൂടുതൽ ഇത് വലിയ മാർക്കറ്റായിട്ട് കണ്ടുവരുന്നത്. ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇന്ത്യൻ ചന്ദനത്തിന് എന്തുകൊണ്ട് മാർക്കറ്റ് കൂടുന്നു? നമ്മളിവിടെ ഏതൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും. അതായത് ഓസ്ട്രേലിയയിലാണെങ്കിൽ ഇത് ഒരുപാട് കൃഷിയുണ്ട്, നമുക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഏക്കർ കണക്കിന് സ്ഥലം ഓസ്ട്രേലിയയിൽ വളരെ വിപുലമായിട്ട് തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാം ഇന്ത്യൻ സാൻഡൽവുഡ്. ഇന്ത്യൻ സാൻഡൽവുഡാണ് അവർ കൃഷി ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഹൈലൈറ്റിലാണ് അവരവിടെ ഈ ചന്ദനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടുത്തെ ഓസ്ട്രേലിയയിലെ കാലാവസ്ഥയും ഇന്ത്യയിലെ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലും കർണാടകയിലൊക്കെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന ചന്ദനത്തിനാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഇതിൻ്റെ സാൻഡൽവുഡ് ഓയിൽ ഉണ്ടല്ലോ, ഇതെല്ലാം കിട്ടുന്ന ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ളതും അതും നമ്മുടെ കേരളത്തിലെ ചന്ദനത്തിൽ, പ്രത്യേകിച്ച് ഈ ഇടുക്കി, വയനാടും പോലുള്ള ഹൈ റേഞ്ച് പോലുള്ള സമുദ്രനിരപ്പിൽ നിന്നും 2000 അടിക്ക് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലുള്ള ഈ ഒരു കാലാവസ്ഥയിൽ വളരുന്ന ചന്ദനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ ഈൽഡ് കിട്ടുന്നതും ഈ 2 സ്ഥലങ്ങളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഈ ഒരു വയനാട് തന്നെ സെലക്ട് ചെയ്ത്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടെ ഞാൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇടയിൽ നിന്ന് പറയുകയാണ്, ചോദിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ ഇത്രയും വലിയൊരു ഡിസാസ്റ്ററൊക്കെ നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ അതുണ്ടാവാൻ നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നേരത്തെ തന്നെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു സ്ഥലത്തിനുള്ള പ്രത്യേകത, അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്ക് അടുത്തുള്ള മുള്ളംകൊല്ലി പാടിച്ചിറ, മുള്ളംകൊല്ലി പഞ്ചായത്തിൽ പാടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഒരു സ്ഥലം നിൽക്കുന്നത്. ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 50 ഏക്കറോളം സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തതും രജിസ്ട്രേഷൻ കഴിഞ്ഞതും അതിൻ്റെ ടോക്കൺ കൊടുത്തിട്ടൊക്കെ ആയിട്ട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഗ്രീൻ സോണാണ്. ഇവിടെ നമുക്ക് മറ്റു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ വെള്ളക്കെട്ടോ അങ്ങനെയുള്ള ഒരു ഭീഷണി ഇല്ലാത്ത, അല്ലെങ്കിൽ വന്യജീവികളുടെ ശല്യം ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയെല്ലാം തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു മാപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു വയനാട് ജില്ലയുടെ. അവരിങ്ങനെ ഗ്രീൻ സോൺ, ഓറഞ്ച് സോൺ, റെഡ് സോൺ തിരിച്ചുകൊണ്ട് അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലം, ഇത് ഞങ്ങൾ നേരത്തെ കൂട്ടി അറിഞ്ഞിട്ടല്ലായിരുന്നെങ്കിൽ പോലും ഫോർച്ചുനേറ്റ്ലി നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഗ്രീൻ സോണിലാണ്. അതും നമുക്ക് വലിയൊരു സമാധാനം. നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം 100% ഗ്യാരണ്ടിയോടെ കൊടുക്കാന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഒരു സാധ്യത എന്നെ പോലെയുള്ളവർക്ക്, ഒരു സാധാരണക്കാർക്ക് ഇതിന്റെ സാധ്യത എങ്ങനെയാണ്, അതിന്റെ വില എങ്ങനെയാണ്, അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സപ്പോർട്ട്. അത് എന്തുമാത്രം ഉണ്ടെന്ന് എന്നെ പോലെ തന്നെ ലൈക്ക് എല്ലാവരും എക്സൈറ്റഡ് ആണ് ഇത് കേൾക്കാനുള്ളത്. ഒന്നത് ഷെയർ ചെയ്താൽ നന്നാവും. ഓക്കെ. ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടത് ഈ 2024 കേരള ബജറ്റിൽ
നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ പ്രത്യേകം പരാമർശിച്ചൊരു പോയിന്റാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്ത് തരാം. അതായത് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കും, ചന്ദന കർഷകർക്ക് കൂടുതൽ നിയമങ്ങളിൽ കൂടുതൽ ഭേദഗതി വരുത്തും, അതിന് വേണ്ടിയിട്ടുള്ള ഇനിയും അങ്ങോട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും നൽകും. ഇതിനെല്ലാം അത് ബജറ്റിൽ പരാമർശിച്ച ഒരു പോയിന്റാണ്. അപ്പോൾ അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ, ഞങ്ങളൊരു പ്രൊജക്റ്റ് രൂപം കൊടുത്ത് ഞങ്ങളിവിടെ സ്ഥലമൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ന്യൂസ് വന്നത്. അത് ഞങ്ങൾക്ക് വളരെ വലിയൊരു പോസിറ്റീവ് ആയിരുന്നു ആ ഒരു ന്യൂസ്. പലരും തമാശക്കൊക്കെ ചോദിക്കുമായിരുന്നു, ഞങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടാണോ കേരള ബജറ്റ് ഉൾപ്പെടുത്തിയെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, അതങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ് ആ കാര്യം. പിന്നെ അതുകൂടാതെ സബ്സിഡി ഉണ്ട് കർഷകർക്കായിട്ടുള്ള തൈ വയ്ക്കാനും അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര രൂപ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ ഈ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സെക്യൂരിറ്റി കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളായിട്ട്, പക്ഷേ എന്നിരുന്നാലും അതിനേക്കാൾ അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്താൻ സാധിക്കുമോ, കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിക്കുമോ. പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഈ ഒരു സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് നമ്മൾ ഈ ഒരു ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ കേട്ടില്ല, പണ്ട് കാലത്ത് ഒരു തട്ടിപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ചന്ദനം കൃഷി എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ആൾക്കാർക്ക് തോന്നുന്നത് ഇത് എന്തോ അതുപോലെ തട്ടിപ്പ് പരിപാടിയാണ്. പക്ഷേ സത്യത്തിൽ ഇതെന്താണ്, ഇത് ഒരു കൂട്ടം കർഷകർ അവരുടെ പൈസ കൊടുത്ത് സ്ഥലം വാങ്ങി അതിൽ ചന്ദനത്തൈ നട്ട് വളർത്തി പരിപാലിക്കുന്നതിന് ഒരു കമ്പനിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ കമ്പനിക്ക് അവർ പൈസ കൊടുക്കുന്നു, അവരത് നോക്കി നടത്തുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എന്തോ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പൈസയൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരു നിക്ഷേപ തട്ടിപ്പ് പരിപാടി നടത്താനുള്ള പരിപാടിയാണോ, ഇത് ആട് തേക്ക് മാഞ്ചും പോലെ ആളുകളുടെ കുറേ പൈസ നഷ്ടപ്പെടും എന്നൊക്കെ ഉള്ളൊരു വളരെ അറിവില്ലായ്മ എന്ന സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ മാറ്റാൻ നിങ്ങളെ കൊണ്ടും കുറേയൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ആവുമെന്നും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരുപാട് ആളുകളെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കുക. സാധാരണക്കാരായിട്ടുള്ള ചെറിയ ഒരു തുക മുടക്കുന്ന ആളുകൾക്ക് പോലും വരാൻ പോകുന്ന ഒരു 10-15 വർഷത്തിനുള്ളിൽ ഒരു കോടീശ്വരനാവാനുള്ള ഒരു അവസരം കൃഷിയിലൂടെ ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെ എന്താ പറയുക, ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇവിടുത്തെ സ്ഥലങ്ങളുടെ വില ഒരുപാട് വർദ്ധിക്കാൻ ഞങ്ങൾ കാരണമാവും. കാരണം ഇപ്പോൾ ഈ ഒരു ഫാം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കിടക്കുന്ന സ്ഥലങ്ങളൊന്നും പ്രത്യേകിച്ച് വലിയ നമ്മൾ ഈ എടുത്ത സ്ഥലത്തിനേക്കാൾ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ അപ്പുറപ്പുറമൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ ഇനി വിലയൊക്കെ കൂടാനും ഇനി ഒരുപാട് ആളുകൾ ഈ ഒരു രംഗത്തേക്ക് മേഖലയിലേക്ക് കയറി വരാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണക്കാർ ഞങ്ങളാവും എന്നുള്ള ആ ഒരു സന്തോഷം കൂടെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ചോദിച്ചൊരു കാര്യം, ഇത് സ്വന്തമാക്കണം ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് അല്ലേ, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഇപ്പോൾ കൃഷി വകുപ്പിൽ നിന്നും പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഇത് കാണാനൊക്കെ ആയിട്ട് പലരും വരാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത് ഇത് ആദ്യതിനെക്കുറിച്ച് അറിയാനേ അവർ വരുന്നത്. ഇപ്പം ഇതേപോലെ തന്നെ ജീവിതം ചോദിച്ച പോലെ തന്നെയാണ് അവരും ചോദിക്കാറുള്ളത്. ഇന്ന് ഒരു പ്ലോട്ട് ഞങ്ങൾക്കും എങ്ങനെ സ്വന്തമാക്കുക എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കാറുള്ളത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആണ്. ഈ ഒരു പ്ലോട്ടിൽ ഇനി നിങ്ങൾക്ക് പ്ലോട്ടുകളില്ല. ഇത് ബാക്ക് സൈഡിലുള്ള ഈ 3.25 ഏക്കറിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ഏരിയ ബാക്കിയുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ കാണുന്ന 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിലും നമുക്ക് തൈ നട്ടിട്ടില്ല, നടാൻ പോകുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ബസ് റൂട്ടുണ്ട്. ഇത് ബസ് റൂട്ടല്ല, അപ്പുറത്തൊരു ബസ് റൂട്ടിൽ നമുക്ക് സീതാമൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത് പാടിച്ചിറയാണ്. അപ്പുറത്ത് സീതാമൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് റൂട്ടിൽ തന്നെ ബസ് ഇറങ്ങുന്ന നേരെ പ്ലോട്ടിലേക്കാണ്. അവിടെയും നമുക്ക് ഒരു 1.25 ഏക്കർ 3.25 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ 2.25 ഏക്കർ സ്ഥലം. പിന്നെ ഇവിടെ ഒരു 5.25 ഏക്കർ സ്ഥലമുണ്ട് ചൂനാട്ട് കവല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ കൃത്യമായിട്ട് സ്ഥലങ്ങളുടെ പേരൊക്കെ പഠിച്ചു വരുന്നുള്ളൂ ഇവിടുത്തെ. അപ്പോൾ ഏകദേശം ഒരു 50 ഏക്കറോളം സ്ഥലം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കർഷകരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ വന്നിട്ട് സ്ഥലം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ജീവിതക്ക് ഇതിൽ ഏത് സ്ഥലമാണോ ഞങ്ങൾ എല്ലാ സ്ഥലവും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിതിൽ താല്പര്യമുള്ള ഏത് പ്ലോട്ടാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു 5 സെൻറ്റ് സ്ഥലം ജീവിതയുടെ പേരിൽ തരാനുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക ഇടപാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഇതുപോലെ കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇതും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളിത് ഈ സ്ഥലം ഞങ്ങളുടെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ കംപ്ലീറ്റ് ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി JCB കൊണ്ടുവന്ന് അതിൻ്റെ കടയൊക്കെ പറിച്ച് ഉഴുതു മറിച്ച് നല്ല ലെവൽ ചെയ്ത് പിന്നെ ഇവിടെ ഇതിന് വേണ്ടതായിട്ടുള്ള വളം ഒക്കെ ചെയ്തു
ചന്ദനത്തെ നടുന്നതിന് മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണം. അതെല്ലാം ചെയ്ത് മണ്ണിൻ്റെ pH ഒക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി അങ്ങനെ ആദ്യം ഫസ്റ്റിൽ ഞങ്ങൾ ഈ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ കാട് പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ പേർക്ക് 6 ലക്ഷം രൂപ 6 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ട്, 7 ലക്ഷത്തിന് ഡീൽ നടത്തിയിട്ടുണ്ട്, 8 ലക്ഷത്തിനൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തൈ വെച്ച സ്ഥലങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 10 ലക്ഷം രൂപയാണ് ഒരു പ്ലോട്ടിൻ്റെ റേറ്റ്. 5 സെൻറ്റ് സ്ഥലം ഈ ഇപ്പോൾ ജീവിതം വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഒരുമിച്ച് തന്നിട്ടും പർച്ചേസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ അതൊരു EMI ഓപ്ഷനിൽ വാങ്ങാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ ഞങ്ങളായിട്ട് ഇതിൻ്റെ ഇടയിൽ എത്തിക്കാനായിട്ട് ഒരു മാസം ഒരു 10,000-15,000 രൂപ 10,000 രൂപ 15,000 രൂപയ്ക്ക് മാറ്റി വെച്ചാൽ പോലും ചെറിയ എമൗണ്ട് അടച്ചുകൊണ്ട് ഒരു അഡ്വാൻസ് തരുമ്പോൾ 2 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. അപ്പോൾ അഡ്വാൻസ് തരുമ്പോൾ തന്നെ അവരുടെ പേരിൽ നമ്മളിതിൻ്റെ കരാറ് അവരായിട്ട് ചെയ്യും. സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും സ്ഥലം വാങ്ങുന്ന ആളും കരാറ് എഴുതുകയാണ്. അതിനുശേഷം ഇത് ഞങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ ഓൾറെഡി ആ സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ ജീവിത 2 ലക്ഷം രൂപ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും കൊടുത്തു, കരാർ എഴുതി കഴിയുമ്പോൾ ഞങ്ങളിവിടെ കൃഷി ഇതിൻ്റെ സൊസൈറ്റി ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ ഈ 2 ലക്ഷം അഡ്വാൻസ് തന്നു കഴിയുമ്പോൾ ജീവിത സൊസൈറ്റിയുടെ അംഗമായി. അപ്പോൾ സൊസൈറ്റി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇവിടെ ചന്ദനത്തെ വെക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ പണികളൊക്കെ തുടങ്ങും. അപ്പോൾ ഈ 2 ലക്ഷം അഡ്വാൻസ് തരുമ്പോൾ തന്നെ ഇവിടെ തൈ നടലും തൈ വളരാനും തുടങ്ങും. അങ്ങനെ ജീവിത ഇതൊരു ഏകദേശം 80 മാസത്തോളം എടുക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് അടച്ചു തീരാനും വേണ്ട സപ്പോർട്ടൊക്കെ ഞങ്ങളെ കൊടുക്കുന്നത് ഈ ഭൂമിയുടെ ഉടമസ്ഥനായിട്ട്. അങ്ങനെ ഒരു മാസം ഒരു 10,000 രൂപ വെച്ച് അടച്ച് തീർത്ത് കഴിയുമ്പോഴത്തേക്കും ജീവിതയുടെ പേരിലേക്ക് ഇത് ആധാരം രജിസ്റ്റർ ചെയ്ത് തരും. അപ്പോഴത്തേക്കും ഏകദേശം ചന്ദനത്തൈയൊക്കെ ഒരു പകുതി വളർച്ച എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പൈസ അടച്ച് തീരുന്നതോടൊപ്പം തന്നെ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി ഇതിന് കിട്ടുന്ന ഒരു ലാഭം അല്ലെങ്കിൽ വരുമാനം കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. എന്തായാലും വാങ്ങണമെന്നുള്ള ആഗ്രഹം വന്ന ആളല്ലേ. അതായത് അതിൻ്റെ ഹിസ്റ്ററി പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവുക. അതായത് ഈ ചന്ദനത്തിൻ്റെ 1980 1 കിലോ ചന്ദനത്തിൻ്റെ കാതലിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. വെറും 20 രൂപ. 2 10 രൂപ നോട്ട് കൊടുത്താൽ 20 രൂപയായിരുന്നു 1980 വില. അതിനുശേഷം 1990 ആയപ്പോഴത്തേക്ക് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 200 രൂപയായിട്ട് മാറി. പിന്നെ അത് 2000-2004 ആയപ്പോഴത്തേക്ക് അതൊരു 2000 രൂപ. അങ്ങനെ വളർന്ന് വന്ന് ഇന്ന് 1 കിലോ ചന്ദനത്തിൻ്റെ വില 20,000 രൂപയ്ക്ക് മുകളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1980 നിന്നും ഇതുവരെ സ്വർണത്തിനേക്കാൾ വലിയൊരു വളർച്ച നിരക്കാണ് ചന്ദനത്തിന് ഉണ്ടായിട്ടുള്ളത്. അതായത് 1000 മടങ്ങിന് മുകളിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ പറയാം, നമുക്ക് ഒരു 15 വർഷം മുമ്പ് ഞങ്ങൾ ഇതുപോലൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അക്ഷര ഇതുപോലൊരു 5 സെൻറ്റ് സ്ഥലത്ത് 20 ചന്ദനത്തൈ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ചന്ദനത്തൈക്ക് ഇന്ന് കിട്ടാവുന്ന ഇന്ന് 5-15 വർഷം ഏകദേശം മുറിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ കിട്ടാവുന്ന ഏകദേശം ഒരു വില എന്ന് പറയുന്നത് ഈ ഒരു മരം ഏകദേശം ഒരു 20 അടിക്ക് മുകളിൽ വളരും. 12-15 വർഷം കൊണ്ട് 20 അടിക്ക് മുകളിൽ വളരും. ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ വണ്ണം ഉണ്ടാവും. ഒരു ഹോൾ ഈ ഒരു മരത്തിൻ്റെ വെയിറ്റ് എടുക്കണമെങ്കിൽ ഒരു 200 കിലോ ഏവറേജ് ഒക്കെ ഉണ്ടാവും. അതിലും പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു 10% ആയിരിക്കും ഇതിൻ്റെ കാതലുണ്ടാവും. നമുക്ക് അതിൻ്റെ വില മാത്രം കണക്കാക്കിയാൽ ഇന്നത്തെ വിലയ്ക്ക് ആ 15 കൊല്ലം മുമ്പ് നട്ട ചന്ദനത്തെ ഇന്ന് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 കിലോ കാതലിന് ഇന്നത്തെ വില ഒരു 20,000 രൂപക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന വിലയാണ്. അതുപോലത്തെ എത്ര മരം ഉണ്ട് 5 സെൻറ്റിൽ? 20 മരം ഉണ്ട്. അപ്പോൾ 20 മരം ഇൻറ്റു 4 ലക്ഷം 80 ലക്ഷം രൂപ ഇന്ന് കയ്യിൽ വന്നാൽ. ഇത് ഞാനീ പറഞ്ഞത് മാത്രം. ഇനി വേരുണ്ട്, വെള്ളയുണ്ട്, തൊലിയുണ്ട്, പൊടിയുണ്ട്, കൊമ്പും ജില്ലകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ സ്ഥലം കൊടുത്ത് തന്നെ നിങ്ങൾ വരുത്തുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയാം. ഇപ്പോഴല്ലേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി 15 വർഷം കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഗ്രോത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വില ലക്ഷങ്ങൾ കണക്ക് കൂട്ടേണ്ടി വരും. നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. കഴിഞ്ഞ ലാസ്റ്റത്തെ ഒരു 15 വർഷം ഉണ്ടായിട്ടുള്ള വളർച്ചയേക്കാളും കുറഞ്ഞ റേറ്റ് വളർച്ചാ നിരക്ക് കണക്കാക്കിയാൽ തന്നെ ഏകദേശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ IWST ഒക്കെ പറയുന്ന ഒരു 1-1.5 ലക്ഷം രൂപയോളം ഒരു കിലോയ്ക്ക് വില വരുന്നതാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപ കിലോയ്ക്ക് കണക്കാക്കിയാൽ തന്നെ ഈ ഒരു മരത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത് 20 ലക്ഷം രൂപ ഒരു മരം. അപ്പോൾ നമുക്ക് ഈ 5 സെൻറ്റിൽ എത്ര മരമുണ്ട്? 20 മരം. 20 മരം ഇൻറ്റു 20 ലക്ഷം 4 കോടി രൂപ കാതലിൽ നിന്ന് മാത്രം. പ്ലസ് ബാക്കിയുള്ളത് വേറെ. ഏകദേശം ഒരു 5 കോടി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് പ്രതീക്ഷിച്ച് ഇപ്പൊ എത്ര കിട്ടിയാലും നമുക്ക് ലാഭമാണ്. ഇതിപ്പോ നമുക്ക് ഈ ഒരു പൈസ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഇത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് ഇൻവെസ്റ്റ്മെന്റ് ലോകത്തിലുണ്ട്. അതും നമുക്ക് മണ്ണിനെ വിശ്വസിച്ചുകൊണ്ട് കൃഷിയിൽ ചെയ്യാവുന്ന ഒരു കൃഷിയും കൂടിയാണ്. കേടില്ലാത്ത തരത്തിലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. വലിയൊരു കാര്യം. കേടില്ല എന്ന് പറയുമ്പോൾ ഇതിനും കൂടെ ബന്ധപ്പെടുത്തി പറയണം. ചന്ദനത്തിന്റെ പ്രത്യേകത ഇതിന് പ്രത്യേകിച്ച് കേടൊന്നും വരില്ല. അങ്ങനെയും കൂടി ഉണ്ട്. അതായത് ഇതിന് വെള്ളം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വർഷം മാത്രമേ വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. നല്ല രീതിയിലുള്ള വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന മഴ മതി. അതുപോലെ തന്നെ
മറ്റ് കൃഷിക്ക് ഉണ്ടാവുന്ന പോലുള്ള അസുഖങ്ങളൊന്നും ഇതിന് കാര്യമായിട്ടൊന്നും വരുന്നൊന്നുമില്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ ഇന്ന് പൊങ്ങി വരാനായിട്ട് വരുന്നവരുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇത്രയും സേഫായിട്ടും ഇത്രയും അതായത് ഒരു ഇപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് നമ്മൾ തുടക്കത്തിൽ കൊടുത്തത്, പിന്നെ 7-8 ഇപ്പോൾ കൊടുക്കുന്നത് 10 ലക്ഷം തുടങ്ങിയിട്ടുള്ള പ്ലോട്ടുകളാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിൽ FD ഇട്ടാലോ മറ്റെവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലോ നിങ്ങൾക്ക് കിട്ടാവുന്ന എമൗണ്ട് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടിയാൽ ഒരു 10 ലക്ഷം എന്നുള്ളത് 25 ലക്ഷം രൂപ ആയിരിക്കും. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 4, 5, 6 അതിൽ മേലോ കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ കുട്ടിയുള്ളൊരു വീടാണ് നമുക്ക് വിചാരിക്കാം. ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു 5 വയസ്സോ 3 വയസ്സോ ഒരു പ്രായമുള്ള ഒരു കുട്ടിയുള്ളൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ ഹയർ സ്റ്റഡീസിന് വിടണം എന്നുള്ളത് ഇന്ന് എല്ലാ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു MBBS അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ വിട്ടിട്ടുള്ള നല്ലൊരു ഹയർ സ്റ്റഡീസിനൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവർക്കും അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും വേണം, അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നൊരു 10 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ആ 3 വയസ്സുള്ള കുട്ടിയുടെ പേരിൽ ഈ ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്തു. കുട്ടി 15ാമത്തെ വയസ്സ്, 15 കൊല്ലം കഴിയുമ്പോൾ 18 വയസ്സ് കറക്റ്റായിട്ട് കുട്ടിയുടെ ഹയർ സ്റ്റഡീസിന് പോകേണ്ട സമയം. ഈ ചന്ദനം മുറിച്ച് വിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന 4-5 കോടി രൂപയാണ് ഈ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ നടക്കും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുട്ടിയുടെ മാരേജൊക്കെ വളരെ ആർഭാടായിട്ട് നടത്താൻ പറ്റും. ഇതിനെല്ലാത്തിനും പുറമെ പേരൻസിന്, ഈ കുട്ടിയുടെ പേരൻസിന് ബാക്കിയുള്ള എമൗണ്ട് ഒരു FDയോ മറ്റുള്ള ഇട്ട് കഴിഞ്ഞാൽ അവരെ ഫ്യൂച്ചർ ലൈഫും എൻജോയ് ചെയ്യാം. ഇനി 15 വർഷം കഴിഞ്ഞ് ഇതിലെ ചന്ദനം മരം മുറിച്ചാലോ വീണ്ടും ചന്ദനത്തെ നടാലോ, വീണ്ടും അടുത്ത 15 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇല്ലെടുക്കാലോ. അങ്ങനെ പ്ലസ് പോയിന്റ് ഉണ്ട്. ഇനി കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലോ, ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് നമുക്ക് ലൈഫ് സ്പാൻ അറിയാലോ. പണ്ടത്തെ പോലെ ഒന്നല്ല. പണ്ട് 20 വയസ്സിലും 30 വയസ്സൊക്കെ ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നുള്ളൂ 100 കൊല്ലം മുമ്പ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ടെക്നോളജിയും സയൻസും മെഡിസിൻ എല്ലാ ഏരിയയിലും ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മനുഷ്യന്റെ ലൈഫ് സ്പാൻ ഏകദേശം 80-ന് മുകളിലാണ്. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ അത് 90-ഉം 100-ഉം കടന്നു പോകുന്ന അവസ്ഥയിലൊക്കെ പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പ്രായക്കൂടുതലുള്ള ആളുകൾ വിചാരിക്കണ്ട, ഞാനിപ്പോ ഇതൊരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടിട്ട് ഇത് 60 വയസ്സുള്ള ഒരാളാണ് വിചാരിക്കും ഞാൻ 75 വയസ്സ് വരെയൊക്കെ ജീവിക്കുമോ. ഒരു തർക്കവും വേണ്ട, നിങ്ങളൊക്കെ 100 വയസ്സ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മരിച്ചു പോകുള്ളൂ. കാരണം 100 വയസ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ 70 വയസ്സുള്ള ആൾക്ക്, 80 വയസ്സുള്ള ആൾക്കും 60 വയസ്സുള്ള ആൾക്കൊക്കെ ഒരു 5 സെന്റ് സ്ഥലം ഒരു 10 ലക്ഷം മുടക്കി വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ബാലൻസ് റിട്ടയർമെന്റ് ലൈഫ് സ്വർഗ്ഗതുല്യമായിട്ട് അടിച്ചു പൊളിക്കാനുള്ള കോടികളുടെ ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യം ഷുവർ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അറ്റ് പ്രസന്റ് ഈ ചന്ദനത്തിന്റെ എക്സ്പോർട്ടിങ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അതാ പറഞ്ഞത്, എക്സ്പോർട്ടിങ് നിരോധിച്ചിട്ടുള്ളൂ. ഇപ്പൊ അറ്റ് പ്രസന്റ് ഗവൺമെന്റിന് മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ, ഗവൺമെന്റിന് മാത്രമേ നമ്മളിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നിരോധിച്ചു എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ പോലും നമ്മുടെ ഇന്ത്യയിലില്ല. അതായത് 2000 ടണ്ണിന് മുകളിൽ ഇന്ത്യയിൽ ചന്ദനം ഒരു വർഷത്തിൽ ആവശ്യമുണ്ട്. ഇവിടെ ഒരു 100 ടണ്ണിൽ ഏവറേജ് മാത്രമേ നമുക്കിവിടെ ഉൽപ്പാദനമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പോർട്ടിങ് നിരോധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ തുടങ്ങുന്ന ഇപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന 22,000 പ്ലോട്ടുകളും ഇനി അത് കഴിഞ്ഞ് വീണ്ടും ചെയ്യാൻ പോകുന്ന മറ്റു പ്ലോട്ടുകളും ഇതെല്ലാം വന്ന് കഴിയുമ്പോൾ പലരും ചോദിക്കും അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കുറയില്ലേന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷം കഴിയുമ്പോൾ ഇത്രയും വില വരാൻ പോകുന്ന ഒരു എന്താ പറയുക, അത്രയും വലിയൊരു കമോഡിറ്റിയാണ് ചന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റും കൂടെ ഒന്ന് ഓപ്പണായി കിട്ടിയാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല ചന്ദനത്തൈലം ഒരു 3 to 5 lakhs നമുക്ക് 1 ലിറ്റർ കിട്ടും. അത് ദുബായിലെത്തി 25 ലക്ഷം രൂപയാണ്. അപ്പോൾ എക്സ്പോർട്ട് മാർക്കറ്റും കൂടെ നമുക്കൊന്ന് ഓപ്പണായി കിട്ടിയാലോ. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇല്ലീഗലാണ്. ഇപ്പൊ നമ്മൾ എയർപോർട്ടിലൊക്കെ എപ്പോഴും കാണാറില്ല സ്വർണ്ണക്കടത്തുന്നൊക്കെ. ചന്ദനം കൊണ്ടുപോയാലും സ്വർണ്ണക്കടത്താണ്. ഇനി ചന്ദനത്തിന്റെ കാതൽ 1 കിലോ നമുക്ക് കയ്യിൽ വയ്ക്കാം. അത് 1.25 കിലോ ആയി കഴിഞ്ഞാൽ 1 കിലോ 100 ഗ്രാം ആയാലും നമ്മളെ പ്രശ്നമാണ്, രക്ഷയില്ല. അപ്പൊ അതുപോലെ ഈ ചന്ദനത്തെ മുറിക്കുന്ന കാര്യത്തിലും നമ്മൾ വന്യജീവി സംരക്ഷണ നിയമം പോലെ തന്നെയാണ് നമുക്ക് മറ്റുള്ള മൃഗങ്ങളെയും പക്ഷികളൊക്കെ ഉണ്ടല്ലോ, വന്യജീവികൾ, അവറ്റകൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചന്ദനത്തിനെയും തൊടാൻ പാടില്ല. ബാക്കിയുള്ള മരങ്ങളെ പോലെയല്ല. അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു നമുക്ക് എന്താ പറയുക, നിയമത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മതിലാണ് നമുക്ക്. അത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ, എല്ലാവരും അതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത പറയാനുള്ളത്, ഈ ഒരു നിയമം കേരളത്തിലെ നിയമമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം, റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം, അവർ വന്ന് ദിവസം നിശ്ചയിച്ച് മുറിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത്. കർണാടകയിൽ നിയമം മാറി. കർണാടകയിൽ ഇന്ന് കർഷകന് തന്നെ മുറിച്ച് വിറ്റ് പൈസ മേടിക്കാം. അവിടെ നിന്ന് കിട്ടുന്ന വില ഇതിനേക്കാൾ എത്രയോ വലിയ വിലയാണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ജീവിത ഓൾറെഡി സ്റ്റെൻഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. ഇത്രയും കോടികൾ കിട്ടുമെന്നുള്ളത് അല്ലേ. അവിടെ നമുക്ക് ഇതിന്റെ ഒരു ഇരട്ടി കൂട്ടിയാൽ തന്നെ 10 കോടിക്ക് മുകളിൽ. അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് കിട്ടുമ്പോൾ നമുക്ക് വാങ്ങാം.
അപ്പം ഇത്രയാണ് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്കും എന്നെ പോലെ തന്നെ ഇതിലേക്കൊന്ന് ഇറങ്ങാനും ഒരു ചെറിയ താല്പര്യം, ചെറുതല്ലാത്ത വലിയൊരു താല്പര്യം ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ ഇവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവർ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് നമ്മളിതിൽ വളരെ സേഫായിട്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ആ ഒരു 5 സെൻറ്റും 20 ചന്ദന തൈകളും നമുക്ക് ഉണ്ടാവും. അത് ഒരു 15 വർഷങ്ങൾക്ക് ശേഷം വലിയൊരു ലാഭത്തിലേക്കുമാണ് നമ്മളത് എത്തിപ്പെടാൻ പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഒന്ന് അന്വേഷിക്കുക. സാറൊക്കെ പറയുന്ന പോലെ എല്ലാം ഒന്ന് നല്ലോണം റിസർച്ച് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. സോ എല്ലാവരും വാങ്ങും, ഞാനും വാങ്ങും. കൂടെ പറയാം. ഇപ്പം പലരും ചോദിക്കാറുണ്ട്, ഇതിപ്പോൾ നിങ്ങളെന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇത്രയും ഒരു 10-15 വർഷം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കാമെന്ന് അങ്ങനെ ചിലരെങ്കിലും ഞങ്ങൾ അറിയാത്തവർ പലരും പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെനിക്ക് അവരോട് തിരിച്ച് ഞങ്ങൾ കൊടുക്കാറുള്ള കൺവിൻസിങ് ആയിട്ടുള്ള റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്കിത് ഓരോ പ്ലോട്ടിൽ നിന്നും 10,000 രൂപ വെച്ചിട്ട് ഇയർലി ഒരു മെയിൻ്റെനൻസ് ചാർജ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഞങ്ങൾ ഇടവിള കൃഷി, ഇത് പാട്ടത്തിനെടുത്ത് ഞങ്ങൾ ഇടവിള കൃഷി ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും ഞങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതിനും പുറമെ ഇനി ഇത് ഓരോ പ്ലോട്ട് മുറിച്ച് വിൽക്കുന്ന സമയത്ത്, ഓരോ പ്ലോട്ടിലും മരങ്ങൾ മുറിച്ച് വിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 5 കോടി രൂപയാണ് നമ്മളിപ്പോൾ കണക്ക് കൂട്ടിയതല്ലേ, സ്വപ്നത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് 5 കോടി. 5 കോടി രൂപയുടെ ഒരു 5% പൈസ ഞങ്ങൾക്കൊരു സർവീസ് ചാർജ് ആയിട്ട് തരുന്നതിൽ ജീവിതക്ക് വിരോധമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് എഗ്രിമെന്റ് പ്രകാരം തരണം എന്നുള്ള ഒരു ക്ലോസും കൂടെ നമുക്ക് ഇതിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കോടി രൂപ അല്ലെങ്കിൽ 1 കോടി എത്രയും കൂട്ടെ ആ കിട്ടുന്നതിൽ 5% നോക്കി നടത്തിയവർ ഞങ്ങൾക്കൊരു സന്തോഷം പോലെ തരികയാണ്. അപ്പോൾ ഒരു പ്ലോട്ടിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപ ഞങ്ങൾക്കും കിട്ടി, 4.25 കോടി രൂപ ജീവിതം എടുത്തോളും. അതുപോലെ ഞങ്ങൾ മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് 1400 പ്ലോട്ടിൽ 5 കൊല്ലം കൊണ്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ചെറിയൊരു കോടി കണക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിക്കോ. വേണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞില്ലേ 7,000 കോടി രൂപ ഞങ്ങൾക്ക് ഇതിന് മാത്രം കിട്ടും. ഇനി പറയും ഞങ്ങൾ ഇട്ടിട്ട് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി ഇതൊക്കെ പോട്ടെ, ഞങ്ങൾ 25 വർഷമായിട്ട്, ഞാനും ബ്രദറും 25-26 വർഷമായിട്ട് കാറ്ററിംഗ് ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ ഞങ്ങൾ കണ്ടമാനം ഏകദേശം 5000-ലധികം പേരുടെ കല്യാണങ്ങളും ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസ് നടത്തിയിട്ടുള്ള ആളുകളുടെ ഇടയിൽ വലിയൊരു ട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് വലിയൊരു കസ്റ്റമർ ഡാറ്റാബേസ് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ട്രസ്റ്റ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റും അതൊക്കെ അറിയാവുന്നവർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. പിന്നെ പുതിയതായിട്ട് ഇത് കേട്ടറിഞ്ഞ് വരുന്ന ആളുകളാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ചോദിച്ചു വന്ന ആരും ഇതുവരെ ഈ പ്ലോട്ട് പർച്ചേസ് ചെയ്യാതെ പോയിട്ടില്ല. ഞങ്ങളാണ് ഇതിൻ്റെ ഇടയിലുള്ളതെന്ന് കൊണ്ട് അത് എടുക്കാനുള്ള അവരുടെ താല്പര്യവും ആഗ്രഹവും കൂടി കണ്ടതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇന്നും ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് റെഡി ക്യാഷ് ആയിട്ട് EMI-ലൊക്കെ ആയിട്ട് ഇന്നും പ്ലോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു കസ്റ്റമർ നമ്മുടെ ക്യാമറാമാനും ജീവിതം ആവട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഇവിടുന്ന് ഒരു സൊസൈറ്റി രൂപം കൊണ്ടതിനെ പറ്റി നമ്മളിങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ പ്ലോട്ട് ഉള്ളവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാമല്ലേ. അപ്പം അങ്ങനെ കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഈ ഒരു സൊസൈറ്റീൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. സോ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനും ബ്രദറും കൂടെയാണ് ബിസിനസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-26 വർഷമായിട്ട് ഫീൽഡിലുള്ളത്. അപ്പോൾ ഇതാണ് ബ്രദർ നിഷാദ്, ഞങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറും കൂടെയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സാണ്, ഞങ്ങൾ രണ്ടുപേരും. ഇപ്പോൾ ജനിച്ചപ്പോൾ മുതൽ ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഒരുമിച്ചാണ് ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കൂടെ പറഞ്ഞിരുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ട കാര്യം ഇവിടുത്തെ ഒരു സൊസൈറ്റീനെ പറ്റിയിട്ടും ഇവിടെ ഒരു കൂട്ടായ്മയെ പറ്റിയിട്ടും അവർക്കിതിലുള്ള ട്രസ്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു ഒപ്പീനിയൻ, അതുപോലെ സാർ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഒരു പാർട്ട്ണറും കൂടിയാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കണം. ഓക്കെ പരിചയപ്പെടുത്തി. പേര് നിഷാദ് അബൂബക്കർ, മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു ചന്ദന കൃഷി തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയപ്പോൾ ഇവിടെ ഒരുപാട് വയനാട്ടിലെ കർഷകർ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കൃഷി ഏത് കൃഷി ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരു പ്രൊജക്റ്റ് ഇവിടെ സെറ്റ് ചെയ്തു, അത് ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സൊസൈറ്റി രൂപീകരിച്ചു. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്ലോട്ടിൻ്റെ സൊസൈറ്റി രൂപീകരണ ദിവസമായിരുന്നു ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയുള്ള ബാക്കിയുള്ള കർഷകർക്ക് ഒരു പ്രചോദനമാകണം. അപ്പോൾ ഇത് ഞങ്ങളിവിടെ ഉറക്കെ തന്നെ അനൗൺസ് ചെയ്യാണ്, ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിങ്ങിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ ഈ വയനാട് പാടിച്ചിറയാണ്. ഓക്കെ, താങ്ക് യു. വേറെ പ്രത്യേകത വെച്ചാലേ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു സൊസൈറ്റിയുടെ മെമ്പേഴ്സാണ് കേട്ടോ. കാരണം ആ കാണുന്ന പ്ലോട്ട് എൻ്റെതും അതിൻ്റെ അപ്പുറത്ത് കാണുന്ന പ്ലോട്ട് ബ്രദറിൻ്റെതുമാണ്. ഞങ്ങൾക്കുണ്ട് ഇതിൽ ഒരേ പ്ലോട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൊസൈറ്റി മെമ്പേഴ്സാണ്, ബിസിനസ് മാത്രമല്ല കർഷകരും കൂടെയാണ്. ഓക്കെ, ഗ്രൂപ്പിനെ നമുക്കൊന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രസിഡന്റ് വിശാന്ത് വർക്കി. യെസ്, ഓക്കെ. ഈ സ്വാതന്ത്ര്യദിനത്തിൽ വളരെ സന്തോഷത്തോടെ നിൽക്കാനുള്ള കാരണം, കൃഷി എന്നത് എല്ലാവർക്കും പേടി സ്വപ്നമായിരിക്കുന്ന സമയത്ത്
ഒരു കൃഷിയിലൂടെ വലിയ വരുമാനം തരാൻ സാധിക്കുമെന്ന പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ഏക്കർ കണക്കിന് സ്ഥലം കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് 10 ലക്ഷം രൂപ മാത്രം മുടക്കി എനിക്ക് ലക്ഷങ്ങൾ നേടിത്തരുന്ന ഒരു പ്രൊജക്റ്റ് ഒരു കർഷകനായിട്ട് തന്നു. ആ തന്ന ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരിൽ ഞാനിപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ എനിക്ക് ലഭിച്ചതിന്. എൻ്റെ ലൈഫിൻ്റെ ഒരു ഏറ്റവും വലിയ സക്സസ് ആകുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. താങ്ക് യു. ഓക്കെ, ഇത് പ്രസിഡന്റിനെ പരിചയപ്പെട്ടു. പ്രസിഡന്റ് വളരെ എന്തൊരു കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എന്ത് കാര്യം കിട്ടിയാലും അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് ഒരുപാട് നോളജ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു എൻസൈക്ലോപീഡിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് അനുവർക്കി, കോതമംഗലത്താണ്. കോതമംഗലം സ്വദേശിയാണ്, എറണാകുളം ജില്ലയിൽ. എന്നിട്ടാണ് ഇവിടെ വന്ന് വയനാട്ടിൽ വന്ന് സ്ഥലമൊക്കെ വാങ്ങി ഇവിടുത്തെ ഒരു ചന്ദന കർഷകനായിട്ട് മാറി സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥ, അവർ ഈ ഒരു സ്ഥലം, നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇതിന്റെ ഉടമസ്ഥ ആയിരുന്ന, അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ 5 പ്ലോട്ട് സ്വന്തമായിട്ടുള്ള ഒരു വലിയൊരു കോടീശ്വരിയാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഇവരാണ് ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ലിസിയാമ്മ സണ്ണി. ഒന്ന് പരിചയപ്പെട്ടു. എനിക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്, കൃഷി ചെയ്ത് പരാജയപ്പെട്ട ഞങ്ങൾക്ക് ദൈവദൂതന്മാരെ പോലെ പ്രത്യക്ഷപ്പെട്ട 2 ഗ്രേറ്റ് മാനേജ്മെന്റാണ് നിഷാദ് അബൂബക്കർ സാർ ആൻഡ് നിസാർ അബൂബക്കർ സാർ. ജസ്പേർഡ് ഇന്റർനാഷണൽ കമ്പനിയിൽ എനിക്ക് വരാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഈ അവസരം അനേകരിലേക്ക് എത്തിച്ചുകൊണ്ട് അനേകർക്ക് കോടീശ്വരന്മാരാക്കാനായിട്ട് ഞാൻ പ്രയത്നിക്കും തീർച്ചയായിട്ടും. താങ്ക് യു. ലിസി ചേച്ചി പറഞ്ഞല്ലോ ഒരു ജസ്പേർഡ് ഇന്റർനാഷണൽ എന്നൊരു പേര് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇ കൊമേഴ്സ് കമ്പനിയിലൂടെ ഞങ്ങൾ തുടക്കം. അപ്പൊ ആ ഒരു ഇ കൊമേഴ്സ് കമ്പനിയുടെ ഒരു ഭാഗമായിട്ട്, മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പും കൂടിയാണ് ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേര് പ്രത്യേകിച്ച് എടുത്ത് പ്രതിപാദിച്ചത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഞങ്ങൾ രണ്ടുപേരും. അതുപോലെ തന്നെ ഞങ്ങളെക്കാൾ കോടീശ്ശേരിയാണ് ഇവർ. എന്താ കാരണം വെച്ചാൽ 5 പ്ലോട്ട് സ്വന്തമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്ന് വീതമുള്ളൂ. ലിസിയാമ്മ ചേച്ചിനെ കുറിച്ച് പറയുന്നത്, ചേച്ചിക്ക് 6 മക്കളുണ്ട്. 6 മക്കളിൽ ഒരാള് നണ്ണാണ്, കന്യാസ്ത്രീയാണ്. ആകെ 5 പേർക്കും ഓരോ പ്ലോട്ട് എന്നുള്ള രീതിയിലാണ് ഇത് ഇങ്ങനെ ഏറ്റെടുത്തിട്ട് ഈ ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം 5 പ്ലോട്ട് സ്വന്തമായിട്ടുള്ള ഒരാള് സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നത് ഞങ്ങൾക്കും ഒരുപാട് സപ്പോർട്ടിംഗ് ആയിരിക്കും, പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഉള്ള. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഇവരും സ്വന്തമായിട്ട് തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മതിലകാണ്. ഷഹീന റാഫി ഈ ഒരു സൊസൈറ്റിയുടെ ട്രഷററും കൂടെയാണ്. ഖജാൻജി, യെസ്, ടീച്ചറും കൂടെയാണ് അവർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയം. ഐ എം ഷഹീന റാഫി. എൻ്റെ സ്വദേശം മതിലകമാണ്, തൃശ്ശൂർ ജില്ലയിലെ. ഞാനിവിടെ ഈ പാടിച്ചിറയിൽ വന്നിട്ട് 5 സെൻറ്റ് പ്ലോട്ട് ജസ്പേർഡ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി എടുത്ത ആളാണ്. എടുത്തപ്പോൾ ഇത് ഇത്രയേറെ വിപുലമാകും, ഇത്രയേറെ സന്തോഷിക്കാനുള്ള അവസരമാകുമെന്ന് ഞാൻ അന്നേരം ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ജസ്പേർഡ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്ലോട്ട് ഓണറായിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഏറെ അഭിമാനത്തോടെയാണ്. അതോടൊപ്പം തന്നെ വരും തലമുറയിൽ, വരും നാളിലേക്കുള്ള ഒരു കോടീശ്വരിയാണ് എന്ന് ഉറക്കെ തന്നെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഏറെ സന്തോഷത്തോടെ തന്നെ. അതോടൊപ്പം ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇന്ന് പുതുതായി രൂപം കൊണ്ട ഈ ഒരു അസോസിയേഷൻ്റെ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു, അതിൻ്റെ ഒരു ഭാരവാഹി കൂടിയാകാൻ സാധിച്ചു. ആ സന്തോഷം കൂടി അവസരത്തിൽ പങ്കുവെക്കുന്നു. ഓക്കെ, താങ്ക് യു.